I didn't quite catch. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. പാർവതി, നമ്മുടെ സിനിമാ നടി പാർവതി തിരുവത്ത്. അപ്പോൾ പാർവതി നമ്മുടെ ഫെമിനിസ്റ്റൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പാർവതിയുടെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. അതായത് പാർവതി വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇടുന്ന ഒരു വീഡിയോ, മൊത്തം ഇംഗ്ലീഷിലാണ്, എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല. ആ രീതിയിൽ ഈ പാർവതിയുടെ ഒരു ഫാൻ പേജിലാണ് ഞാൻ കണ്ടത്. ഞാൻ പക്ഷെ പാർവതിയുടെ ഐഡിയിൽ നിന്നൊക്കെ പോയി നോക്കിയിട്ടൊന്നും ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ പാർവതിയുടെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഈ ഒരു വീഡിയോ കാണുന്നില്ല. ഇത് ഫാൻ പേജിലാണ് കണ്ടത് എന്നുള്ളതാണ്. അത് ഇപ്പോഴായിട്ട് വന്നതേ ഉള്ളൂ. ഇതിന് മുമ്പ് ഈ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയാം. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എന്നുള്ളത്. ആദ്യം നമുക്കൊരു ഈ ഒരു വീഡിയോ കാണാം. കണ്ടതിന് ശേഷം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ. God, tell me more about male loneliness epidemic. A little more. I didn't quite catch that. I didn't quite catch what you mean about male loneliness epidemic. This man killed her because he couldn't assault her. And this is not his first time. It won't be his last time. There you go. What a safe country for our girls. Why do we need feminism though? Why? Feminities. God. ഓക്കെ, ഇതാണ് ആ ഒരു വീഡിയോ. അതായത് ഇതിനകത്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളി എന്ത് ചെയ്തു, അവളെ കൊന്നു. സെക്ഷൽ അസാൾട്ട് അല്ലെങ്കിൽ അസാൾട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, പീഡിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ കൊന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഫെമിനിച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന, എന്തിനാണ് നിങ്ങൾ പറയുന്നത് ഫെമിനിച്ചികൾ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംഭവം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജ്യം സ്ത്രീ സുരക്ഷയുടെ കീഴിൽ എത്രത്തോളം സേഫാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇംഗ്ലീഷിലാണ്, ഭയങ്കര വൈകാരികമായിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ആക്ച്വലി ഇത് എന്താണ് സംഭവിച്ചതെന്ന് ഒരു മനുഷ്യർക്കും അറിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടോ ആരെക്കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് വല്ലതും പിടികിട്ടോ? നമുക്കതിൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് നോക്കാം. ഓക്കെ, കമന്റ് ബോക്സ് എങ്ങനെയാണ്? ഐ വാണ്ട് ടു ക്രൈ വിത്ത് ഹെർ ബട്ട് ഐ ആം ക്ലൂലെസ് അബൌട്ട് വാട്ട് ഷീ ക്രൈയിങ് ഫോർ. എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ എനിക്കൊരു ക്ലൂ ഇല്ല എന്തിനാണ് കരയുന്നത് എന്നുള്ളത്. ഓക്കെ ഐ വിൽ മേരി യു. ചിലവരെ ആക്കിക്കൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. എന്റെ പെങ്ങളെ എന്തെങ്കിലും ഒന്ന് മലയാളത്തിൽ പറയാം. ഞങ്ങൾക്കൊക്കെ 10ാം ക്ലാസ്സും സ്റ്റാൻഡേർഡുമാണ്, മനസ്സിലായത് സ്റ്റണ്ടുമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഉണ്ട്, കാരണം ഇവരെന്തോ വൈകാരികമായിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി എന്തിനെ കുറിച്ച് പറയുകയാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്താണ് മലയാളത്തിൽ പറ എന്ന് പലരും പറയുന്നുണ്ട്. ഇതിനകത്ത് വേറെ ഷീ സീം ടു ബി റിയാക്ടിങ് ടു എ ക്രൈം ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ഇവർക്ക് മനസ്സിലായ സംഭവമാണ് ഇവരിത് പറയുന്നത്. എ man killed a woman because he was unable to sexually assault her. Her response come from deep frustration and grief over violation. അപ്പം ഇവിടെയും ഇവർക്ക്, അതായത് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ്, അവർക്ക് മനസ്സിലായത് എന്തെന്നുള്ളത് ഇട്ടിട്ടുള്ളത്. ഇത് തന്നെയാണ് അതിനകത്തും പറയുന്നത്. പക്ഷെ ഇവിടെയും എന്തിനെ കുറിച്ചാണ് എന്നുള്ള ഇതില്ല. സേയിഡ് മറ്റേ ആ സംഭവം അങ്ങനെ ഈ കരഞ്ഞത് മലയാളത്തിലായതുകൊണ്ട് അത് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂക്കിൽ നിന്ന് ആ സാധനം, അതിൻ്റെ ഇടയിൽ കൂടി ഓരോരുത്തർ എന്താണ് പറഞ്ഞതെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ മറ്റൊരു കമന്റ് ഉണ്ട്. ആ കമന്റ് നിങ്ങൾ വായിക്കുക. 2026 ഫെബ്രുവരിയിൽ ഹൈദരാബാദിൽ നടന്ന അതിക്രൂരമായ ഒരു കൊലപാതകത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതായത് റീസെന്റ് ആയിട്ട് നടന്ന ഒരു സംഭവം. കൊല്ലപ്പെട്ടത് സുനിത 29 എന്ന യുവതിയാണ്. സുനിത നിങ്ങൾക്ക് അറിയായിരിക്കാം, ഈ പറയുന്ന ഡോഗ് ഷെൽട്ടറുമായി ബന്ധപ്പെട്ട്, അതായത് പട്ടികളെ, തെരുവ് നായ്ക്കളെ ഷെൽട്ടറിലെടുത്ത് വളർത്തുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള അതിനൊക്കെ അങ്ങനെ ചെയ്യുന്ന മറ്റൊരു പാർട്ട്ണർ എന്ത് ചെയ്തു, ഇവരെ കുത്തിക്കൊന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടു. അതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ സ്മിത എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നു. സ്വഭാവത്തെക്കുറിച്ചുള്ള എങ്ങനെയാണ് മരണം. അപ്പോൾ ഇതാണ് ആ സുനിതയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോഡ് കമന്റുകളാണ് ഇതിനകത്ത്. മിക്ക ആൾക്കാരും പറയുന്ന ഒരു സംഭവം എന്താണ്,
നിങ്ങൾക്ക് പറയാനുള്ളത് മലയാളത്തിൽ പറഞ്ഞുകൂടെ? കാരണം വളരെ വൈകാരികമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല എന്നുള്ളത്. കാരണം അതിനകത്ത് ഒരാള് ഒരു ഒരു യുവതിയെ കൊന്നു എന്നുള്ളതല്ല, ആരെ കുറിച്ചാണ് എന്നുള്ളത് അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു പറഞ്ഞല്ലോ, മറ്റേ സുനിതയുമായി ബന്ധപ്പെട്ട് ഇനി അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയിൽ പോയി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ അതാണ് എന്നുള്ളത്. ഇൻസ്റ്റയിൽ അവരിട്ട സ്റ്റോറികൾ നമ്മളൊന്ന് വായിക്കാം. അതിന് മുമ്പ് എന്തുകൊണ്ട് ഇവർ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മലയാളം നിങ്ങൾ ഭയങ്കര മറ്റവളാണ്, ഇംഗ്ലീഷേ അറിയാവൂ, ഒന്ന് മലയാളത്തിൽ പറഞ്ഞുകൂടെ, നീ ആര് മലയാളിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ചിലവർക്ക് അവരുടെ പിന്നെന്താണ് അവരുടെ വികാരങ്ങളെ പിന്നീട് തുറന്നു കാണിക്കാൻ പറ്റുന്ന ഒരു അവർക്ക് കംഫോർട്ട്, അതായത് എൻ്റെ വൈകാരിക മുഹൂർത്തം അല്ലെങ്കിൽ എൻ്റെ എന്താണ് പറയുന്നത് സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്ത് വികാരമായാലും അത് ചിലർ പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവർക്ക് ഇംഗ്ലീഷിലായിരിക്കും കംഫോർട്ട്. ചിലർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അത് മലയാളത്തിൽ പറഞ്ഞാൽ അവർ ഉള്ളി എന്ന് പറഞ്ഞവർക്ക് മലയാളത്തിൽ പറയണം, ചിലർക്ക് ഉള്ളി എന്ന് പറയണമെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറയണം. അത് അവരുടെ കംഫർട്ട് അനുസരിച്ച് അവർ പറയും. പക്ഷെ നമ്മൾ കാണുന്നവർക്ക് മേ ബി അത് മനസ്സിലാവണമെന്നില്ല. മനസ്സിലായി? ഒരു ഇത് മലയാളത്തിലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഒരു വൈകാരികത ചിലപ്പോൾ അവർക്ക് കിട്ടിക്കാണത്തില്ല. അവർക്ക് ഒരു സംഭവത്തെ കുറിച്ച് ഇത്രയും ഇമോഷണൽ ആയിട്ട് പറയണമെങ്കിൽ അവർക്ക് കംഫർട്ടായിട്ട് ഒരു ലാംഗ്വേജും ഈ പറയുന്ന ഇംഗ്ലീഷ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഇവരെങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് പാർവതിയുടെ ഇതിനകത്തോട്ട് പോയി നോക്കാം. നോക്കിയോ, ഇതാണ് പാർവതിയുടെ സ്റ്റോറി നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ സുനിത എന്ന് പറയുന്നത്. ആ പട്ടിയുമായിട്ടുള്ള ഷെൽട്ടർ ഇങ്ങേരാണെന്ന് തോന്നുന്നു. ആ പുള്ളി എന്തോ ആണ് ഈ ഇവരെ സെക്ഷലി കൊന്നത്, മനസ്സിലായോ? അവളെ പീഡിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ എതിർത്തത് കൊണ്ട് കൊന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ അറിയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഐ കാനോട്ട് സ്റ്റോപ്പ് ക്രൈയിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് മീറ്റിംഗ്. ഇവരെ മുമ്പ് ഇവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ, ഈ ഒരു ഉമ്മണ്ണെ. അപ്പൊ ഓക്കെ, ഇതാണ് സംഭവം, മനസ്സിലായോ? ഈ ഒരു അപ്പൊ അതായത് നമ്മുടെ വാർത്ത എങ്ങനെയാണ്? ബാംഗ്ലൂരിലെ നായ സംരക്ഷകയായ സുനിതയുടെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വേദനയും രോക്ഷവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് പാർവതി തിരുവോത്തിന്റെ ഫേസ്ബുക്ക് പേജിലെ ഏറ്റവും പ്രധാന പോസ്റ്റ്. സുനിതയെ നേരിട്ട് അറിയാവുന്ന സുനിതയെ പാർവതിക്ക് നേരിട്ട് അറിയാമായിരുന്ന പാർവതി ഈ ക്രൂരതയ്ക്കെതിരെ നീതി വേണമെന്ന് വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. മെയ് മാസത്തിലെ തന്റെ മസ്റ്റ് പോസ്റ്റുകളിലും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരണങ്ങളാണ് താരം പ്രധാനമായി പങ്കുവച്ചിരിക്കുന്നത് എന്ന സംഭവം അത് തന്നെയാണ്, മനസ്സിലായോ? അതായത് ഈ പാർവതിക്ക് ഇവിടെ നേരത്തെ അറിയാമായിരുന്നു, സുനിത എന്ന് പറയുന്ന വർണ്ണപ്പെട്ട ആ സ്ത്രീയെ നേരത്തെ അറിയാമായിരുന്നു. ഈ സംഭവം ഈ പറയുന്ന സുനിത എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രിവാൻഡ്രത്തുകാരിയോ തൃശ്ശൂർകാരിയോ എന്തോ ആണ്. അവിടെ എന്താണ് അവിടെ ജോലിക്ക് അവർക്ക് ഈ പറയുന്ന ഡോഗ് ഷെൽട്ടറുമായി ബന്ധപ്പെട്ട ഒരു മറ്റേ ഈ കൊന്നവനും ഡോഗ് ഷെൽട്ടറും അവൻ ഇതുവരെയും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൊന്നവനും ഡോഗ് ഷെൽട്ടറുമായി ബന്ധപ്പെട്ടാണ് ഇവരും അതാണ്. ഇവർക്ക് ഒരു ഡോഗ് ഷെൽട്ടർ ഉണ്ടായിരുന്നു. ഇവരവിടെ ഇതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ വെച്ചാണ് ഇവർ ഇത്ര ക്രൂരമായിട്ട് ഈ ഒരു സ്ത്രീയെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. അതിനുശേഷം അവനൊരു വീഡിയോ കൊണ്ട് ഞങ്ങളുടെ കഴുത്തി കുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം ഇവർ ഇപ്പോഴും മാത്രമല്ല മുമ്പും പല സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ഒരു ഇതുപോലുള്ള സെക്ഷൽ അസാൾട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, മനസ്സിലായത്? അപ്പൊ അവിടെ ഇവരത് നിന്ന് കൊടുക്കാത്തതുകൊണ്ട് ഈ പാപം സ്ത്രീയെ ക്രൂരമായിട്ട് കൊല്ലുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് പാർവതി ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നത് വേറെ അവരുടെ മെയിൻ ചാനലിലൊന്നും ഈ മെയിൻ പേജിലൊന്നും ഒഫീഷ്യൽ പേജിലൊന്നും ഈ ഒരു വീഡിയോ കാണുന്നില്ല. പക്ഷെ അവരുടെ ഫാൻ പേജിൽ കണ്ടുകൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് വിടുകണം. ശരി.